ഹലോ ഗൈസ്, ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു റീൽ അപ്ലോഡ് ചെയ്തിരുന്നു കക്കാടംപൊയിലേക്ക് ഒരു ട്രിപ്പ് പോണത്. ആ റീല് കണ്ടിട്ട് എനിക്ക് ഒരുപാട് DM വന്നിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാ പോയത്? വൺ ഡേ ട്രിപ്പ് ആയിട്ട് കക്കാടംപൊയിൽ പോയി വരാൻ കഴിയോ? എങ്ങനെ എക്സ്പെൻസ് വരുന്നത്? കക്കാടംപൊയിൽ ഏത് അമ്യൂസ്മെന്റ് പാർക്കിലാ പോയത്? അങ്ങനെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെങ്ങനെ പോയത് എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലായതുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കോട് പോയി അവിടെ KSRTC സ്റ്റാൻഡിൽ നിന്നാണ് ഞങ്ങൾ കക്കാടംപൊയിലേക്ക് ബസ് കയറിയത്. 7:10 കക്കാടംപൊയിലേക്ക് നേരിട്ട് ബസ് ഉള്ളത്. ഞങ്ങൾ കക്കാടംപൊയിൽ സ്കൈ വേവ് എന്ന് പറഞ്ഞിട്ടുള്ള അമ്യൂസ്മെന്റ് പാർക്കിലേക്കാണ് പോവാൻ പ്ലാൻ ഇട്ടത്. കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയാൽ നമുക്ക് 2.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്താം. നേരെ നമ്മൾ സ്കൈ വേവിന്റെ മുന്നിലായിട്ടാണ് ബസ് ഇറങ്ങിയിട്ടുള്ളത്. അവിടെ ടൈമിംഗ് വരുന്നത് 11 മണി മുതൽ 5 മണി വരെയാണ്. അവിടെ പെർ ഹെഡ് 849 രൂപയാണ് വരുന്നത്. മുതിർന്ന ആൾക്കാർക്കും കുട്ടികൾക്കും എൻട്രി ഫീ കുറവാണ് കേട്ടോ. അവിടെ 20ഓളം റൈഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നല്ല വേർത്ത് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. ഉള്ളിൽ തന്നെ റെസ്റ്റോറന്റ് സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് ഫുഡിന്റെ കാര്യത്തിലൊന്നും പേടിക്കാനില്ല കേട്ടോ. കക്കാടംപൊയിൽ പോയാൽ തിരിച്ച് ബസ് കിട്ടുമെന്ന് കുറെ പേർക്ക് ഡൗട്ട് ചെയ്യുന്നു. നമ്മൾ 5 മണി വരെ നല്ലോണം എൻജോയ് ചെയ്തതിനു ശേഷം 5:15 തിരിച്ച് ബസ് കയറുന്നത്. 5:15 നേരിട്ട് കോഴിക്കോടേക്ക് ബസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ തിരുവമ്പാടി കയറി അവിടുന്ന് നേരെ കോഴിക്കോടേക്ക് ബസ് കയറിയിരുന്നു. ഈ ട്രിപ്പ് ലേഡീസ് ഓൺലി ആണെങ്കിലും നമുക്ക് ട്രാവലിങ്ങിനോ അതേപോലെ തന്നെ അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നല്ല സുഖത്ത് തന്നെ പോയി വരാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബസ്സിന്റെ ടൈമും കാര്യങ്ങളൊക്കെ KSRTC സ്റ്റാൻഡിൽ വിളിച്ച് അന്വേഷിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം അന്വേഷിച്ചിട്ട് പോവട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.